ഹായ് ഫ്രണ്ട്സ്, ശിവസിദ്ധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം തയ്ക്കുന്നത് ഒരു കുർത്തിയാണ്, ഒരു നോർമൽ കുർത്തി. അതിനകത്തിൽ ചെറിയൊരു ബീഡ് വർക്കോടെ ചെയ്ത് ഇതേപോലെ ചെറിയൊരു വർക്കും കൊടുത്ത് ചെയ്യുന്ന ഒരു പാറ്റേണാണ്. അപ്പോൾ അതിനു വേണ്ടി എടുത്തേക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഒരു ജോർജറ്റാണേലും ഇതേപോലെ ഒരു ചുരുക്കോട് കൂടിയ ജോർജറ്റാണ്. അപ്പം ഇതിൻ്റെ കളറെന്ന് പറയുന്നത് പിസ്ത ഗ്രീൻ കളറാണ്. അപ്പം ഇത് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന് കൊടുക്കാനൊരു ലൈനിങ് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പം ലൈനിങ് ഞാൻ എടുത്തേക്കുന്നത് ജോർജറ്റിൽ നിന്ന് ചെയ്യുന്ന ക്രേപ്പിൻ്റെ ഒരു മെറ്റീരിയലാണ് ലൈനിങ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. എടുക്കാം. ഞാനിവിടെ ലൈനിങ് മെറ്റീരിയലാണ് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ലൈനിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 41 ഇഞ്ചുണ്ട്. ഞാനിതങ്ങ് എടുക്കുക. അപ്പോൾ എൻ്റെ നല്ല തുണിയുടെ കുർത്തിയുടെ അളവെന്ന് പറഞ്ഞാൽ തയ്യൽ തുമ്പോട് കൂടി 45 ഇഞ്ചാണ് കുർത്തിയുടെ ലെങ്ത്. ഷോൾഡർ തയ്ക്കാൻ വേണ്ടി 1/2 ഇഞ്ച് ഞാനങ്ങ് മാർക്ക് ചെയ്യുവാണ്. താഴെ നമ്മൾ 1 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ വര അങ്ങ് നീട്ടി വരയ്ക്കാം. നമ്മളിനി അടുത്ത ചെസ്റ്റിൻ്റെ ലൈന് 6.5 ഇഞ്ച്, എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ 1/2 ഇഞ്ചിൻ്റെ താഴെ തന്നെ ടേപ്പ് വെക്കുക. ടേപ്പ് വെച്ചിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ലൈൻ മാർക്ക് ചെയ്തു. അവിടുന്ന് 14 ഇഞ്ച് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു. താഴെ 21 ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്തേ. എന്നിട്ട് താഴോട്ട് സ്ലിറ്റ്. ഇനി എന്നിട്ട് നമുക്ക് ഇത്രയുമാണ് നമ്മുടെ ലൈൻസ് വരുന്നത്. ഇനി നമുക്കിതിനകത്തിൽ ഷോൾഡർ അടയാളപ്പെടുത്താം. 6.5 ഇഞ്ച് താഴോട്ടും 6.5 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെസ്റ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് 12 ഇഞ്ച്. വേസ്റ്റ് എന്ന് പറയുന്നത് 9 ഇഞ്ച്. അവിടുന്ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 11 ഇഞ്ച്. ഹിപ്പ് എന്ന് പറയുന്നത് 11 ഇഞ്ച്. ഒന്നും കൂടെ കൂട്ടി 12 ഇഞ്ച്. എന്നിട്ട് താഴോട്ട് അതേ 12 ഇഞ്ചിൽ തന്നെ താഴോട്ടങ്ങ് വരയ്ക്കുവാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അങ്ങനെ 12 ഇഞ്ചിൽ താപ്പോട്ട് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് വരയ്ക്കുക. ഇനി എന്നിട്ട് നമ്മുടെ ലൈൻസ് എല്ലാം തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇനി എന്നിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് 6.5 ഇഞ്ച്, അതിൻ്റെ പകുതി കാണണം 3.25 ഇഞ്ച്. 3.25 ഇഞ്ച്. എന്നിട്ട് ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ലൈനിങ് നമ്മളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ബോട്ട് നെക്കിലാണ് ചെയ്യുന്നത്. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചിൽ കൊടുക്കുകയാണ്. 3.5 ഇഞ്ച് താഴോട്ട് നമ്മൾ ഈ മേളത്തെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വിട്ടതിൻ്റെ താഴെ വെച്ചിട്ട് ഒരു 4.5 ഇഞ്ചിൽ ഇറക്കം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മളൊരു 3.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ വിട്ട്. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ ആക്കിയിട്ട് ഇതൊന്ന് വരയ്ക്കുക. വരച്ചിട്ട് നമ്മളൊരു റൗണ്ട് നെക്ക് ഒന്ന് കൊടുക്കുക. എന്നിട്ട് അപ്പം ബാക്കും ഫ്രണ്ടും ഒരേ നെക്കാണ് കൊടുക്കുന്നത്.
കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ പീസ് അങ്ങ് മാറ്റുക. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടാനാണ്. ലെവലിൽ ഇടുക. എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മളൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യുക. നല്ല തുണിയിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. ബാക്കി വന്ന നമ്മുടെ ഒരു പീസ് ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ 1/2 ഇഞ്ച് മുകളിൽ ജോയിൻ ചെയ്യാൻ പോകും. താഴെ 1 ഇഞ്ച് മടക്കി തയ്ക്കാനും പോകും. ഇത് നമുക്ക് രണ്ടും ഒരു ലൈൻസ് അങ്ങാക്കി വരയ്ക്കാം. ഇത് 40 ചെസ്റ്റിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് നമുക്ക് 3.5 വേണം ആം ഹോളിന് ഷേപ്പ് ചെയ്യാൻ. ഒരു 3.5 ഇഞ്ചായിട്ടേക്കുന്നത്. അത് നമുക്കൊരു ലൈൻ പോലെ അങ്ങ് വരച്ചു കൊടുക്കാം. വരച്ചു. ഇനി എന്നിട്ട് നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. എൻ്റെ ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ച്. താഴോട്ട് നമ്മൾ വരച്ചു 3 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ താഴ്ഭാഗത്തെ 6 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെയും നമ്മൾ മുകൾ വശത്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണേ. അപ്പം നമുക്ക് ഈ 3.5 മാർക്ക് ചെയ്ത ആ ലെങ്തിലോട്ട് ഇതങ്ങ് വരയ്ക്കാം. വരച്ചു. ഇനി എന്നിട്ട് ഇവിടെ മുകളിൽ ഒരു 2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടൊന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ ഇത് മൊത്തം 10 ഇഞ്ചുണ്ട്. ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച്. എന്നിട്ട് നമുക്കിതൊന്ന് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് നമ്മുടെ താഴത്തെ വണ്ണത്തിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പും 2 ഇഞ്ച് ഇടുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് കുഴിച്ച് വയ്ക്കാം. നമ്മളിവിടെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് എടുക്കണേ. ഇതിപ്പോൾ 11.5 വരുന്നുണ്ട്. 5.5 മിഡ് പോയിൻ്റായിട്ട് ഞാൻ എടുത്തു. എന്നിട്ട് നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് സ്ലീവ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഫ്രണ്ടാണ്, ഫ്രണ്ട് ആം ഹോളാണ്. അപ്പം നമുക്കിതൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ചെറിയ കട്ടിങ്ങും കൊടുക്കാം. ഇത് ഫ്രണ്ടാണ് അറിയാൻ വേണ്ടി. ഇനി നമുക്ക് ഈ കുർത്തിയുടെ സ്റ്റിച്ചിങ് കാണാമേ. നമ്മൾ എന്നിട്ട് നല്ല തുണിയുടെ നല്ല ഭാഗം, ഇത് നല്ല വശമാണ് ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം നമ്മളിങ്ങനെ നിവർത്തി ഇടുക. നിവർത്തിയിട്ടിട്ട് കറക്റ്റ് നമ്മുടെ ഷോൾഡറും ആം ഹോളിൻ്റെ ലൈനും എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കാം. കറക്റ്റ് ചെയ്ത് വെച്ചു. ഇതിപ്പം നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ് അതിൻ്റെ മുകളിൽ അതിൻ്റെ നല്ല വശവുമാണ് വെച്ചേക്കുന്നത്. രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് നമുക്കൊരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. 1/4 ഇഞ്ചിൽ നമ്മളൊരു റൗണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അത് ഫ്രണ്ടിന് ചെയ്യണം, ബാക്കിലും ഒരേപോലെ ചെയ്യണേ. നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഓരോ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് ഇടവിട്ട് നമ്മൾ ഓരോ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ഇത് നിവർത്തിയിടുക നെക്ക്. എന്നിട്ട് നെക്കിൻ്റെ ഈ അടിച്ച ഭാഗം ഉണ്ടല്ലോ,
ഈ അടിച്ച ഭാഗം ലൈനിങ്ങിൻ്റെ അടിയിലോട്ടാക്കിയിട്ട് ഈ ലൈനിങ്ങിൻ്റെ മണ്ടയിൽ കൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ റൗണ്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം ഈ ഈ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഈ ലൈനിങ്ങിൻ്റെ അടിയിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലൈനിങ്ങിൻ്റെ മണ്ടയിൽ കൂടെ 2 നെക്കിലും നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈനിങ് ഞാൻ മേളിലോട്ടിട്ടു, നല്ല തുണി താഴോട്ട് ഇട്ടു. ഇനി എന്നിട്ട് അതേപോലെ മറ്റേ പീസ് ഇടുക. നമ്മുടെ നല്ല വശവും കൂടെ ചേർത്തിട്ടിടണേ. ഇട്ടിട്ട് നല്ല തുണി നല്ല വശവും നമ്മൾ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മുടെ ഈ സ്റ്റിച്ച് വരുന്നല്ലോ, ഇത് സ്റ്റിച്ചെല്ലാം ഒരേപോലെ ആക്കണം. 2 സ്റ്റിച്ച് ഒരേപോലെ ആക്കിയിട്ട് ഇവിടെ 1/2 ഇഞ്ചിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ എന്നിട്ട് ഇത് തിരിച്ചിടുമ്പോൾ നെക്ക് നമ്മളിങ്ങോട്ട് തിരിച്ചിടുമ്പോൾ ഇതിങ്ങനെ കെട്ടുവേ. അപ്പം നമുക്ക് തയ്യൽ അകത്തും കാണത്തില്ല, നല്ല പുറത്തും കാണത്തില്ല. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കുർത്തി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ കൊടുക്കണം, ഫ്രണ്ടും ബാക്കും ഒരുമിച്ച്. ഇനി നമുക്കിതിനകത്തിൽ സ്ലീവ് പിടിപ്പിക്കാം. നമ്മൾ ഷോൾഡർ ഇങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലീവ് എടുക്കുക. സ്ലീവ് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് വശം എവിടെയാണെന്ന് വരുന്നത് നോക്കണം. ഇത് പ്ലെയിൻ ആയതുകൊണ്ട് എനിക്ക് ഇത് എവിടെ വേണേലും ഒരേ നെക്ക് ആയതുകൊണ്ട് എവിടെ വേണേലും നമുക്ക് ഫ്രണ്ടും ബാക്കും വരുത്താം. ഇങ്ങനെ ഇതിപ്പം ഇതിൻ്റെ നല്ല വശം, ടോപ്പിൻ്റെ നല്ല വശം, അതിൻ്റെ മുകളിലോട്ട് സ്ലീവിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് സെൻറ്റർ തമ്മിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഇങ്ങോട്ടും 1/2 ഇഞ്ചിൽ അങ്ങോട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗം 1 ഇഞ്ച് ഒരു പ്രാവശ്യം മടക്കി 1/2 ഇഞ്ച് മടക്കി, പിന്നെ ഒരു പ്രാവശ്യം കൂടെ 1/2 ഇഞ്ച് മടക്കി നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. നേരെ അങ്ങ് സ്റ്റിച്ച് കൊടുത്താൽ അങ്ങനെ നമ്മൾ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. സ്ലീവ് ഇവിടെ 2 ഫോൾഡായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 സ്ലീവ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ ആദ്യമേ നമ്മൾ വേസ്റ്റിൻ്റെ ലൈൻ വരച്ചിട്ടുണ്ട്. അത് നമ്മൾ നീളത്തിലങ്ങ് വരയ്ക്കുക. ഇത് ആദ്യമേ അങ്ങ് വരച്ചിടണേ. ഇതേപോലെ നമ്മൾ അപ്പോൾ പിന്നെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കണ്ട. ഇനി നമുക്ക് എന്നിട്ട് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ച്. 2 സ്ലീവിൻ്റെ താഴ്ഭാഗം നമ്മൾ 6 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ലീവിൻ്റെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുകൊണ്ട്. എന്നിട്ട് നമുക്കിനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ആം ഹോളിൻ്റെ റൗണ്ട് കൂടെ മാർക്ക് ചെയ്തിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ആം ഹോളിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് ആം ഹോളിൻ്റെ റൗണ്ട്. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ ഫുൾ ചെസ്റ്റ് അങ്ങ് നോക്കാം. ഫുള്ളയുള്ള ചെസ്റ്റ് എടുക്കുക. ഇപ്പോൾ 24, 24ൻ്റെ പകുതി 12, 12ൻ്റെ അവിടുന്ന് നമുക്ക് എത്രയാണോ നമ്മുടെ ചെസ്റ്റ്, എൻ്റെ ഒരു സൈഡിലോട്ട് 10 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്, മറ്റേ അടുത്തോട്ടും 10. ഫുള്ള് ചെസ്റ്റ് വരുന്നത് 40 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അതേപോലെ താഴത്തെ വേസ്റ്റ് 22, അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 11, അവിടെ നിന്ന് 9 ഇഞ്ച് ഒരു സൈഡിലോട്ടും 9 ഇഞ്ച് മറ്റേ സൈഡിലോട്ടും. അതേപോലെ ഹിപ്പ് നമ്മൾ മുഴുവനെ എടുത്തിട്ട് ഇത് ഹിപ്പ് നമുക്ക് 24.5 ഉണ്ട്. അപ്പോൾ നമുക്ക് 12.4 ഇഞ്ച്, അവിടുന്ന് 11 നമ്മുടെ ഹിപ്പ്, അങ്ങോട്ട് നമ്മൾ 11. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ സ്ലീവിൽ തുടങ്ങി ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് ചെസ്റ്റ് നിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നമുക്കിങ്ങനെ 2 ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് സ്ലിറ്റ് അടിക്കാമേ. നമുക്ക് സ്ലിറ്റ് അടിക്കാൻ വേണ്ടി
ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങോട്ടെടുക്കുക. ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ചിലങ്ങ് മടക്കുക. 1/2 ഇഞ്ചിൽ മടക്കുക. മടക്കിയിട്ട് 1/2 ഇഞ്ചിൽ ഒന്നും കൂടെ ഒന്ന് മടക്കുക. മടക്കിയിട്ട് നമ്മൾ ഈ ആദ്യം ഇതിൻ്റെ അകഭാഗം ഈ ഭാഗം നമ്മളിങ്ങനെ മുഴുവനെ മുകളിൽ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇഞ്ചിൽ മടക്കി പിന്നെ നമ്മൾ 1/2 ഇഞ്ചിൽ ഒന്നും കൂടെ മടക്കുക. മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഭാഗത്തും കൂടി സ്റ്റിച്ച് ചെയ്യുക. നമ്മളിങ്ങനെ മേലോട്ട് ഇതുപോലെ അടിക്കുക. അടിച്ചിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ മോൾ ഭാഗത്ത് ഇതാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ലൈന്. 1/2 ഇഞ്ച് മേളിലോട്ട് നമ്മൾ അടിക്കുക. അവിടെ നമ്മൾ കുത്തി നിർത്തുക. എന്നിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇവിടെയും അതുപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് നേരെ ഇതുപോലെ അടിക്കുക. അടിച്ചിട്ട് ഇവിടെയും കുത്തി നിർത്തുക. കുത്തി നിർത്തിയിട്ട് താഴോട്ട് നമ്മൾ മുമ്പ് പോലെ തന്നെ മടക്കി ഇനി നമുക്കിതിൻ്റെ പുറകുവശം ഷേപ്പ് ചെയ്യാം. പുറകുവശം അടിക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ അകവശമല്ലേ അടിച്ച്, ഇനി ഇതിൻ്റെ പുറത്തോട് അരികിലൂടെ സ്ലിറ്റടിക്കും. ഇങ്ങനെ മോളി വരുമ്പോൾ നമുക്ക് വി പോലാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് മേളിൽ ഇച്ചിരി മേളിൽ കുത്തി അവിടെ നിർത്തിയിട്ട് ആ വീൽ പോലെ തന്നെ നമ്മൾ താപ്പോട്ടും അടിക്കണം. ആ വി എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ തന്നെ നമ്മൾ താപ്പോട്ട് അടിക്കണം. താഴെ ഇങ്ങ് അറ്റം വരെ നമ്മൾ അടിക്കണം. നമ്മളങ്ങനെ 2 സ്ലിറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് താഴ്ഭാഗം 1/2 ഇഞ്ച് മടക്കി ഒന്നും കൂടെ 1/2 ഇഞ്ച് മടക്കി സ്ട്രെയിറ്റ് ആയിട്ട് 2 സ്ലിറ്റും അടിക്കണേ. ഇപ്പം നമ്മൾ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൽ ഇതേപോലൊരു ലേസ് എടുത്തിട്ടുണ്ട്. ആ ലേസ് നമുക്ക് നെക്കിലിങ്ങനെ പിടിപ്പിക്കാം. ഇത് ലേസിൻ്റെ ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണേ. ലേസ് ഇങ്ങനെ നമുക്ക് 2 വശത്തും ഇങ്ങനെ മടക്കാവുന്നതാണ്. ഇങ്ങനെ അരികുവശം മടക്കിയിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അറ്റത്തിങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണേ. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇതിങ്ങനെ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സൂചി നൂല് ഉപയോഗിച്ച് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യണേ. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മുഴുവൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.